നമസ്കാരം, രുചികളുടെ ലോകത്തിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് വീണ്ടും ഒരു ചക്കയുടെ വിഭവമായിട്ടാണ് കേട്ടോ. വേറെ ഒന്നുമല്ല, ചക്കപ്പുഴുക്കാണ്. അപ്പോൾ ചക്കപ്പുഴുക്ക് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരുപാട് രീതിയിൽ ഉണ്ടാക്കാൻ പറ്റും. അപ്പോൾ എന്തായാലും നമുക്ക് കിച്ചണിലോട്ട് പോയിട്ട് ഇന്ന് എങ്ങനെയാണ് ചക്കപ്പുഴുക്ക് ഉണ്ടാക്കുന്നതെന്ന് കണ്ടാലോ. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് ഒരു മീഡിയം സൈസുള്ള ചക്കയുടെ പകുതി പോർഷൻ എടുത്ത് വൃത്തിയാക്കിയിട്ട് ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ചക്കക്കുരു വേണം, ഒരു 10-15 എണ്ണം അതേപോലെ ചെറുതായിട്ട് അരിഞ്ഞ് അത് നമുക്ക് കുക്കറിലോട്ട് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമ്മൾ 6 ചെറിയുള്ളിയും അതുപോലെ തന്നെ ഒരു 3-4 വെളുത്തുള്ളിയും ഉപയോഗിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അത് ചെറുതായിട്ട് അരിഞ്ഞിട്ട് അതുകൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് വേണ്ടത് ഒരു 1/4 ടീസ്പൂൺ ജീരകം, നല്ല ജീരകം എടുത്തിട്ട് അതൊന്ന് ചതച്ചു കൊടുക്കാം. ജീരകത്തിൻ്റെ പൊടി ഉണ്ടെങ്കിൽ അത് ചേർത്താലും മതി. ഞാനിപ്പോൾ ഈ കല്ലിലിട്ടിട്ട് ഒന്ന് ചതച്ചെടുക്കുകയാണ്. അപ്പോൾ അതുകൂടി ഇതിലേക്ക് ചേർക്കാണ്. ഇനി നമുക്ക് ഇതിലേക്ക് 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർക്കാം. അതുപോലെ തന്നെ 1 ടീസ്പൂൺ മുളക് പൊടി, പിന്നെ ആവശ്യമായിട്ടുള്ള ഉപ്പ്, കല്ലുപ്പ് ഞാൻ കേട്ടോ ചേർക്കുന്നത്. പിന്നെ കുറച്ച് കറിവേപ്പിലയും ചേർത്തിട്ട് അതിലേക്ക് ആവശ്യമായിട്ടുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കാം. വെള്ളം ഒഴിക്കുന്ന സമയത്ത് ഒരുപാടൊന്നും ഒഴിക്കേണ്ട, മുങ്ങി നിൽക്കാൻ പാകത്തിനൊന്നും ഒഴിക്കേണ്ട കേട്ടോ. ഒരു പകുതി ആ ഒരു അളവിൽ മതി, കാരണം പുഴുക്കാണല്ലോ. അപ്പം അത് ഒഴിച്ച് ഇനി കുക്കർ മൂടി വെക്കാണ്. ഇനി നമുക്കിത് വേവിച്ചെടുക്കാം. ഒരു വിസിൽ തന്നെ വെന്ത് കിട്ടും. 1 അല്ലെങ്കിൽ മാക്സിമം പോയാൽ 2 വിസിൽ, അത്രയേ വേണ്ടുള്ളൂ കേട്ടോ. അപ്പോൾ ചക്ക വേവട്ടെ. ആ സമയം കൊണ്ട് നമുക്ക് വറുത്തിടുന്ന പരിപാടികൾ നോക്കാം. വറുത്തിടാൻ വേണ്ടി ഒരു സവാള, ഒരു ചെറിയ സവാള എടുത്തിട്ട് അത് കുനുകുനേന്ന് അരിഞ്ഞു വിടുക. അതുപോലെ തന്നെ 2 വെളുത്തുള്ളിയും വേണം, അതും ചെറുതായിട്ട് അരിഞ്ഞിടുക. അപ്പോൾ ഇതാ ചക്കയെല്ലാം വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ. വെള്ളമൊക്കെ ഇതാ കറക്റ്റായിരുന്നു വെച്ചിട്ടുണ്ടായിരുന്നത്, കുറച്ചേ ഉള്ളൂ. അപ്പോൾ ഞാൻ സ്റ്റൗ ഓൺ ചെയ്തു. അപ്പോൾ ബാക്കി ആ ഒരു ചൂട്ടിൽ വറ്റി പോയിക്കോളൂ കേട്ടോ. ഇനി നമ്മൾ ഇതിലേക്ക് ഇടാൻ പോകുന്നത് ചിരകിയ തേങ്ങയാണ്. ഞാനിവിടെ ഒരു 1/2 കപ്പ് ചിരകിയ തേങ്ങ ഇടുന്നുണ്ട്. കൂടുതലിട്ടാലും ഒരു വിരോധവുമില്ല, ടേസ്റ്റ് കൂടുകയുള്ളൂ. അപ്പോൾ നമുക്കത് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. കുറച്ച് കറിവേപ്പിലയും ചേർത്ത് കൊടുക്കാം. എന്നിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ചില ആൾക്കാർക്ക് ചക്ക ഒന്നിങ്ങനെ കുഴഞ്ഞ പരുവത്തിലായിരിക്കും ഇഷ്ടം. അങ്ങനെ ഉണ്ടെങ്കിൽ നന്നായിട്ട് ഒന്ന് ഇളക്കി കൊടുത്താൽ മതി കേട്ടോ. അപ്പോൾ അതാ മിക്സായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് സ്റ്റവ് ഓഫ് ചെയ്യാം. അടുത്തത് താളിക്കൽ പരിപാടിയാണ്. അപ്പോൾ എണ്ണ ഒഴിച്ച് ചൂടായി വരുമ്പോൾ നമുക്കതിലേക്ക് കടുകിട്ട് കൊടുക്കാം. ഇനി നമുക്ക് മുറിച്ച് വെച്ച സവാള അതുപോലെ തന്നെ വെളുത്തുള്ളിയും കൂടി ചേർത്ത് നന്നായിട്ട് വഴറ്റി കൊടുക്കാം. കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇതാ നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട്. ഇനി നമ്മുടെ പുഴുക്കിലേക്ക് ഇതങ്ങ് ചേർത്ത് കൊടുക്കാം. അപ്പം നമ്മുടെ ചക്കപ്പുഴുക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ആ ചക്കപ്പുഴുക്ക് അങ്ങ് എടുത്ത് കുറച്ച് മുളകിട്ട മീൻകറിയിൽ കുത്തി ഒരു കഷ്ണം തേങ്ങാപ്പൂളും എടുത്ത് അങ്ങ് വായിലേക്കിടാം. അവസാനം കുറച്ച് കട്ടൻ ചായയും കൂടി അങ്ങ് കുടിച്ചു കഴിഞ്ഞാണ്ടല്ലോ അന്തസ്. എന്ത് പറയാൻ, അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ എന്തായാലും നിങ്ങൾ ഇതുപോലെ പുഴുക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് എങ്ങനെ ഇഷ്ടപ്പെട്ടോ എന്നൊക്കെ കമൻസ് ആയിട്ട് അറിയിക്കുക. പുതിയൊരു വീഡിയോ കാണുന്നവരെ ബൈ.